നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ. കാരണം ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നവരും അല്ലാത്തവരുമായ വുമൻസ് ഒരു വലിയൊരു കാറ്റഗറി നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ മദേഴ്സ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സേവിങ്സിനെ പറ്റിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടും അവരും കൂടി അറിയേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത്, പണ്ടത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ അമ്മൂമ്മമാരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വാരൻ ബഫറ്റിൻ്റെയൊക്കെ തിയറി അവരിൽ പുസ്തകങ്ങൾ വായിക്കാതെ തന്നെ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏറ്റവും വലിയൊരു മാനേജ്മെന്റ് തിയറിയിൽ ഒന്നാണ് ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ എല്ലാ നിക്ഷേപവും ഒരു സ്ഥലത്ത് മാത്രം പൂൾ ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ അടുക്കളയിൽ പല പാത്രങ്ങളിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ അരിയുടെ ഇടയിലും അല്ലെ ഒക്കെ ആയിട്ട് കുറച്ച് പൈസ നിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുദ്ദേശിക്കുന്നത് ചിലപ്പോൾ കള്ളന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഈ പൈസ എടുത്തു പോയാലും എല്ലാം നഷ്ടപ്പെടില്ലല്ലോ എന്നുള്ളൊരു ധാരണയുടെ മുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് തുണിയുടെ ഇടയിലും ഒക്കെ വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും മാനേജ്മെന്റ് വിദഗ്ധരായിരുന്നു വേണമെങ്കിൽ അന്നത്തെ പ്രായമുള്ളവരെന്നൊക്കെ പറയാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ലോകം മാറി, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു. ഇന്നും അതുപോലെയുള്ള ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ് ഇൻവെസ്റ്റ്മെന്റ് മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഇൻഡിപെൻഡന്റ് മദേഴ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വുമൺ അല്ലെങ്കിൽ സിംഗിൾ മദറൊക്കെ ആയി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജോലി അത്യാവശ്യമാണ്. കുറച്ചുപേരെങ്കിലും ഇപ്പോഴും പാരൻസിന്റെ അങ്ങനെയുള്ളവരുടെയൊക്കെ സപ്പോർട്ടോടു കൂടി ജീവിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ആദ്യം ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ നിൽക്കുന്നവർ നിർബന്ധമായിട്ടും ഒരു ജോലി എന്നുള്ള കാര്യമാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം, ഇവർക്കൊക്കെ ജോലി ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം, ഉറപ്പായിട്ടുണ്ടാവാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അതൊരു തടസ്സമായിട്ട് വരുന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയന്റ് ടൈമിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ട്യൂഷൻ, കുറച്ച് പഠിച്ചവരാണെങ്കിൽ കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാനൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ട്യൂഷൻ കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അമ്മ മെസ്സ് എന്നൊക്കെ പറയുന്ന വീട്ടിലെ ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാറ്റഗറി നമുക്ക് കാണാൻ പറ്റും. കുറെ കേക്കുകൾ ഉണ്ടാക്കി പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കണ്ടു. വീട്ടിൽ നിന്നുകൊണ്ട് ബർത്ത്ഡേ കേക്ക് പോലെയുള്ള കേക്കുകൾ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ക്യാൻവാസുകൾ, പെയിന്റിങ്ങുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പെറ്റ്, അതായത് നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ വളർത്തു മൃഗങ്ങളെ ബ്രീഡ് ചെയ്യുന്ന ഒരു കൂട്ടം ഇഷ്ടംപോലെ വീട്ടമ്മമാർ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അതായത് പണ്ട് അതൊക്കെ വലിയൊരു ഓഫീസോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് വീടുകളിൽ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന നമുക്ക് ഗാർഡനിങ്, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് വീട്ടിൽ നിന്നുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള വരുമാനവും നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ജോലി ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം മാത്രമാണ് നിങ്ങൾ സാമ്പത്തികമായിട്ട് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. സോ ആദ്യം നമ്മളൊരു വരുമാനം ഉണ്ടാക്കുന്നു, അതിനുശേഷം നമ്മളൊരു ലിറ്ററസി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് അതിന് മെയിനായി നമ്മൾ നോക്കേണ്ടത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റിന് എത്രയൊക്കെ റിട്ടേൺസ് കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും നല്ല രീതിയിൽ റിട്ടേൺസ് തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ടത് സേഫ്റ്റി എന്ന് പറയുന്ന കാര്യമാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ചിട്ട് വുമൻസിനൊക്കെ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്കൊക്കെ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട്, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ കേസൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ അവർ താറുമാറായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിൽ ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും നല്ലത് നോക്കിയിട്ട് നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വീടിനടുത്തുള്ള മെയിൻ ഹോസ്പിറ്റലുകളെല്ലാം കവറേജ് ഉള്ള നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ആലോചിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന, ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് മദറൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ മദറൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ മാത്രം പ്രതീക്ഷയോടെ ഒരു കുട്ടി വളരുന്നുണ്ട്. സോ അതുകൊണ്ട് ഉറപ്പായിട്ടും ആ കുട്ടിയുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേം ഇൻഷുറൻസ് കൂടി നിങ്ങൾ എടുത്തു വെക്കുക. സോ അതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, അതൊരു നിങ്ങളുടെ പണത്തിനെ, നിങ്ങളുടെ ജീവിതത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കാര്യം, പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിൽ മാത്രം കണ്ടുകൊണ്ട് അതിന് രണ്ടിലും നിങ്ങൾ ആദ്യം ശ്രദ്ധ കൊടുക്കുക. അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം,
അതിനുശേഷമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് വരുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഷെയർ മാർക്കറ്റിലേക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ബിസിനസ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. അതായത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ രണ്ടാമത്തെ ഒരു ബിസിനസ് നിങ്ങളുടെ ആബ്സെൻസിലും വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ് പോലെയുള്ള വലിയ രീതിയിൽ സാധ്യതയുള്ള മേഖലകളിൽ നിങ്ങൾ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുക. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റിലും കൂടി നിങ്ങൾ കാര്യമായി കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമാണ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു 6 മാസം നിങ്ങൾക്കൊരു വയ്യായിക വന്നാൽ വീട്ടിലെ ചെലവ് എങ്ങനെ നടക്കാമെന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു 6 മാസത്തേക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എക്സ്പെൻസിനെയും കവർ ചെയ്യുന്ന തരത്തിൽ നിങ്ങളൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് ഒരു തവണ 1 മാസം 2 മാസം 3 മാസം 4 മാസം കൊണ്ടൊന്നും ആവണമെന്നില്ല. കുറേശ്ശെ മാറ്റി വെച്ചാൽ മതി. പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് SIP പോലെ മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP തുടങ്ങാം. SIP മാസം നിങ്ങൾക്ക് കൊണ്ട് മാറ്റി വെക്കാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു 2000 രൂപയെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെലവിന് വേണ്ടിയിട്ട് ഒരു മാസം ഒരു 10,000 രൂപ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ 6 മാസത്തെ എക്സ്പെൻസ് ആയ 60,000 രൂപ എത്തിച്ചേരാൻ എത്ര കാലം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും നഷ്ടം വരില്ല. കാരണം 2000 രൂപ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ. പക്ഷെ 60,000 രൂപ ആയ ശേഷം ആ കാശ് നിർബന്ധമായിട്ട് അവിടെ നിന്ന് എടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക. ഇനി അതുപോലെ തന്നെ ഒരു പ്രധാനമാണ്, ഇപ്പോൾ ഈ അക്കൗണ്ടിനെ പറ്റി പറയുമ്പോൾ ഒരു അക്കൗണ്ട് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നവരും ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 2 അക്കൗണ്ട് ആവശ്യമാണ്. ഒന്ന്, നിങ്ങൾക്ക് ചെലവിന് വേണ്ടി മാറ്റി വെക്കേണ്ട അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ GPay പോലെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലും നിങ്ങൾക്ക് അത് ആക്റ്റീവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തേത് നിങ്ങളുടെ സേവിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവരുത്. GPay ഉണ്ടാവരുത്, നെറ്റ് ബാങ്കിങ് ഉണ്ടാവരുത്, ചെക്ക് ബുക്ക് പോലും എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഡെബിറ്റ് കാർഡ് നിർബന്ധമായിട്ട് ഉണ്ടാവരുത്. ചെക്ക് ബുക്ക് നമുക്ക് വേണമെങ്കിൽ ആവശ്യമാണ്, കാരണം എപ്പോഴെങ്കിലും കാശ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമാണ്. പക്ഷേ ഈ പറയുന്ന ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ GPayയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഒരു കാരണവശാലും ആ അക്കൗണ്ടിൽ ഉണ്ടാക്കരുത്. കാരണം അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാണ്. കാരണം നമ്മുടെ മൊബൈലിൽ നമ്മളൊരു ആപ്ലിക്കേഷനിൽ നമ്മുടെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്താൽ നമ്മുടെ പർച്ചേസിനൊക്കെ നമ്മൾ അറിയാതെ അതിൽ നിന്ന് കാശ് പോകുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുക. കാരണം പ്രത്യേകിച്ചിട്ട് സിംഗിൾ മദർ, ഇൻഡിപെൻഡന്റ് വുമൻസ് ആയി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭാവിയിലേക്ക് ചിലപ്പോൾ കരുതലില്ലാതെ ജീവിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ വീടിനടുത്ത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ വീടിനടുത്തുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഒക്കെ തന്നെ നമ്മുടെ കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം. കാരണം എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് നമുക്ക് അവിടെ പോകാൻ പറ്റും. ക്യാഷ്ലെസ് ആയി ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. ഈ തരത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക്